അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാ പുട്ടിനെക്കാട്ടിയും ഗോതമ്പ് പുട്ട് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ. അപ്പം നമ്മൾ ഇന്ന് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ നമ്മൾ ഗോതമ്പ് പൊടി. അത് ഗോതമ്പ് പൊടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറിയതിന് ശേഷം അതൊരു പാത്രത്തേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ നോർമൽ പുട്ട് എങ്ങനെയാണോ കുഴക്കുന്നത് അതേമാതിരി കുഴച്ചെടുക്കുക. വെള്ളം തളിച്ചിട്ട് കുഴക്കണം. ഏകദേശം ഇത് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇനിയാണ് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണത്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. ആ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ രൂപം ഉണ്ടാവുക. ഇനി നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കുന്ന മതി തേങ്ങ പുട്ടും കുറ്റിയിൽ തേങ്ങ, പിന്നെ പുട്ടുപൊടി, പുട്ടുപൊടി അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടിടുക. വെള്ളം വെച്ചിട്ടുണ്ട് പുട്ടും പാനിയിൽ, വെള്ളം നല്ല തളിച്ച് ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ഇടുക, പുട്ടും പൊടി ഇടുക. പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും പച്ചത്തേങ്ങ എടുക്കണേ, അപ്പോഴാണ് പുട്ടിന് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, പുട്ടും പാനിൽ വെച്ചു. നല്ല കുത്തി നിറച്ചിട്ട് പുട്ടുപൊടി ഇടരുത്, അപ്പോൾ പുട്ട് സോഫ്റ്റ് ആവില്ല. അങ്ങനെ നമ്മൾ ആവി കയറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. ബൈ.